നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസൃഷ്ടികളുടെയും സൃഷ്ടാവും പരിപാലകനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ പരിശുദ്ധ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ പരിസ്ഥിതി ഞായറായി ആചരിക്കുന്നുവല്ലോ. അങ്ങയുടെ ശബ്ദം കേൾക്കുവാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവെ, ഇന്നിവിടെ കേൾക്കുന്ന ഓരോ വചനങ്ങളും ഞങ്ങളെ ഹൃദയത്തിൽ പതിയുവാൻ അങ്ങ് സഹായിക്കണമേ. ആദിയോടന്തം പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. അടിയൻ്റെ നാവിനോട് കൂടെ ഇരിക്കണമേ കർത്താവെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസം പരിസ്ഥിതി ഞായറുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി വചനം സംസാരിക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മധ്യകേരള മഹായിടവകയുടെ എക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി എല്ലാ വർഷവും വിദ്യാർത്ഥികളെ അവർ ട്രെയിനിങ് നൽകുകയും അവരെ ഡെപ്യൂട്ടേഷന് വേണ്ടി പല ദേവാലയങ്ങളിൽ അയക്കുകയും ചെയ്യും. അത്തരത്തിൽ എനിക്ക് ഇന്ന് അവസരം ലഭിച്ചത് ഈ ദേവാലയത്തിൽ വചനം സംസാരിക്കുവാനാണ്. ആദ്യമായി എനിക്കിവിടെ അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും കമ്മിറ്റി അംഗങ്ങളോടും മധ്യകേരള മഹായിടവകയുടെ ഇക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനോടുമുള്ള നന്ദി ഈ സമയം ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ പേര് ഹന്ന റേച്ചൽ സക്കറിയ. ഞാൻ കുളത്തൂപ്പുഴ സെൻറ്റ് മാർക്സ് CSI ചർച്ച് സഭാംഗമാണ്. ഞാനിപ്പോൾ +2 പഠിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി നാം ആചരിച്ചുവെന്ന്. 1992 മുതൽ CSI സഭ പരിസ്ഥിതി സംരക്ഷണം സഭയുടെ ഒരു ദൗത്യമായി പ്രഖ്യാപിച്ചു. CSI മധ്യകേരള മഹായിടവക ഈ വർഷം കാലാവസ്ഥാ നീതി ദശകം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പ്രകൃതിയിലൂടെ ദൈവിക ശബ്ദം ശ്രവിക്കുക എന്ന ചിന്തയാണ് നാം പങ്കുവയ്ക്കുന്നത്. ഇന്ന് ലോകം അതിഗുരുതരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ നമുക്കത് തിരിച്ചറിയുവാനായി സാധിക്കും. പ്രളയങ്ങൾ, വരൾച്ച, വനനശീകരണം, കഠിനമായ ചൂട് തുടങ്ങിയ ധാരാളം പ്രശ്നങ്ങൾ ഇന്ന് നാം നേരിടുന്നു. ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ നമുക്കിതിനെ പല പേരുകളിൽ വിളിക്കാനായി സാധിക്കും. എന്നാൽ ആത്മീകമായി ചിന്തിക്കുമ്പോൾ നമുക്കിതിനെ ദൈവത്തിൻ്റെ താളത്തോടുള്ള ലംഘനം എന്ന് നമുക്ക് പറയാനായി സാധിക്കും. അതിനാൽ തന്നെ ഈ വർഷത്തെ നമ്മുടെ ധ്യാന വിഷയമാണ് പ്രകൃതിയിലൂടെ ദൈവശബ്ദം ശ്രവിക്കുക എന്നത്. പ്രകൃതിയിലൂടെ ദൈവശബ്ദം ശ്രവിക്കുക. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി നൽകിയ എല്ലാ വേദഭാഗങ്ങളും പ്രകൃതിയും ദൈവവും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധത്തെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. സങ്കീർത്തനം 19 സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. നാം നിസ്സാരം എന്ന് എണ്ണിത്തള്ളുന്ന പല ജീവജാലങ്ങളും ദൈവത്തെ അവരുടേതായ രീതിയിൽ സ്തുതിക്കുകയാണ്. ദൈവം അവർക്ക് നൽകിയ ദൗത്യങ്ങൾ അവ കൃത്യമായി നിർവഹിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് വാദിക്കുന്ന നാമോ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ താളത്തെ തെറ്റിക്കുന്നു. മാനവർ സൃഷ്ടിയുടെ ശബ്ദം ശ്രവിക്കുന്നത് അവസാനിച്ച നാൾ മുതൽ സൃഷ്ടിയുടെ അധംപതനത്തിനും നാം തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തമായ ഒരു ധ്യാന വിഷയമാണ് ഇന്ന് നമുക്ക് CSI സഭ നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തെ നമുക്ക് വോയിസ് എന്ന വാക്ക് ഉപയോഗിച്ച് ചിന്തിക്കാം. വോയിസ് എന്ന വാക്കിലെ 5 അക്ഷരങ്ങളും 5 ആശയങ്ങളാണ് നമ്മോട് പങ്കുവെക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ആദ്യത്തെ അക്ഷരമാണ് വി. വി എന്ന അക്ഷരം നമ്മോട് പങ്കുവെക്കുന്ന ആശയമാണ് വോയിസിങ് ദി ഡിവൈൻ മാൻഡേറ്റ്, ദൈവിക വെളിപ്പാടിൻ്റെ ശബ്ദം.
ബൈബിൾ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാനായി സാധിക്കും, മനുഷ്യരുടെ വീണ്ടെടുപ്പിനും വിടുതലിനും വേണ്ടി ദൈവം പല മുഖാന്തരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ദൈവം നേരിട്ട് സംവാദിക്കുകയും ചിലപ്പോൾ ദർശനങ്ങളിലൂടെയും ദൂതന്മാരിലൂടെയും പലപ്പോഴും പ്രവാചകന്മാരിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കാറുണ്ട്. അതിൽ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖാന്തരമാണ് പരിസ്ഥിതി എന്നുള്ളത്. എന്നാൽ പലപ്പോഴും നാം അത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗത്തിലെല്ലാം പരിസ്ഥിതിയിലൂടെയാണ് ദൈവം ഓരോ പാഠങ്ങൾ നമുക്ക് നൽകുന്നത്. നാം നിസ്സാരമെന്ന് കരുതുന്ന ഓരോ ജീവജാലങ്ങളും മഹത്തായ ദൈവിക പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്. ദൈവവുമായിട്ടുള്ള താളം തെറ്റിയ മനുഷ്യനെ ദൈവിക താളത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിക്കുന്നത് അവൻ്റെ സൃഷ്ടിയെയാണ്. ഇന്നത്തെ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ നാം ആദ്യം തിരിച്ചറിയേണ്ട ഒരു പാഠമുണ്ട്. ദൈവം തൻ്റെ പരിസ്ഥിതിയിലൂടെയും തൻ്റെ ജീവജാലങ്ങളിലൂടെയും നമ്മോട് സംസാരിക്കുന്നു എന്ന സത്യം. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമാക്കി തരുന്നതാണ് വോയിസ് എന്ന വാക്കിലെ രണ്ടാമത്തെ അക്ഷരം. അതാണ് O. അത് നമ്മോട് പറയുന്ന സന്ദേശമാണ് ഒബ്സർവിങ് നേച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ. നമുക്ക് ചുറ്റുപാടുമുള്ള പ്രകൃതിയെ നാം നിരീക്ഷിക്കണം. അവ നമ്മോട് പറയുന്ന സത്യങ്ങളെ നാം കേൾക്കണം. സദൃശ്യവാക്യം 6:6 ഇപ്രകാരം പറയുന്നു: മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി പഠിക്കാം എന്ന്. നാം വളരെയധികം കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഉറുമ്പിനെ കുറിച്ചാണ്. പലപ്പോഴും നമുക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ചെറിയ ജീവജാലമാണ് ഉറുമ്പ്. എന്നാൽ ബുദ്ധിമാനായ മനുഷ്യനെ അതിലും വലിയ പാഠങ്ങൾ പഠിപ്പിക്കാൻ ദൈവം ഇവിടെ നിയോഗിക്കുന്നത് ഈ നിസ്സാരനായ ഉറുമ്പിനെയാണ്. ഉറുമ്പിന് ഒരു നായകനോ മേലധികാരിയോ ഇല്ല. എങ്കിലും അത് വേനൽക്കാലത്ത് തൻ്റെ ഭക്ഷണങ്ങളെ ശേഖരിക്കുകയും വരാനുള്ള തടസ്സങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി മുൻകൂട്ടി ഒരുങ്ങുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യരായ നാം പലപ്പോഴും അങ്ങനെ ചെയ്യുന്നില്ല. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു നായകനോ അല്ലെങ്കിൽ ഒരു നടത്തിപ്പുകാരനോ വേണ്ടി വരും. എന്നാൽ ഈ ഉറുമ്പ് നമ്മളോട് പഠിപ്പിക്കുന്നത് ഇതാണ്: ഇന്ന് നമുക്കുള്ള സൗകര്യങ്ങളെ, നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ നാം സംരക്ഷിക്കണം. ഈ പ്രകൃതി പോലും ഒരിക്കലും നമ്മുടെ സ്വന്തമല്ല. നമ്മൾ പലപ്പോഴും പറയും, നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്, അത് നമ്മുടെ സ്വത്താണ്, ഇത് ഞങ്ങളുടെ സ്ഥലം, ഇത് നിങ്ങളുടെ സ്ഥലം, അങ്ങനെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മുടേതല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതിനാൽ തന്നെ അവ ഒരിക്കലും നശിപ്പിക്കാനുള്ള അവകാശവും നമുക്കില്ല. നാം അതിനെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വലിയ പാഠമാണ് ഉറുമ്പ് നമുക്ക് നൽകുന്നത്. രണ്ടാമത്തെ ഉദാഹരണമാണ് കാക്ക. യേശുവിൻ്റെ പ്രഭാഷണങ്ങളിൽ കൂടുതലും നമുക്ക് കാണാനായി സാധിക്കുന്നത് ഉപമകളെ പറയുമ്പോൾ പ്രകൃതിയിലുള്ള കാര്യങ്ങളെ പറ്റിയാണ് കർത്താവ് എപ്പോഴും പറയാറുള്ളത്. അതിൽ തന്നെ പ്രധാനപ്പെട്ടവയാണ് കാക്ക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കാക്കയെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പാണ്ടികശാലയും കളപ്പുരയുമില്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. വിചാരങ്ങളുടെയും ചിന്തകളുടെയും ഒരു ലോകത്താണ് നാം എല്ലാവരും ജീവിക്കുന്നത്. ഇന്ന് എന്ത് ചെയ്യും, നാളെ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനിലാണ് നമ്മളെല്ലാവരും. എന്നാൽ മനുഷ്യരുടെ ബുദ്ധിയുടെ പകുതി പോലും ചിലപ്പോൾ കാക്കയ്ക്ക് കാണില്ല. എന്നാൽ കാക്ക ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം കാക്കയ്ക്കറിയാം തന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ടെന്നും അത് കാക്കയ്ക്ക് വേണ്ടത് നൽകുമെന്നും. ഇവിടെ കാക്ക മനുഷ്യന് നൽകുന്ന വലിയൊരു പാഠം ഇതാണ്: നാം ദൈവത്തിൽ ആശ്രയിക്കണം. കാരണം ദൈവം നമുക്ക് വേണ്ടത് നൽകും. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ തന്നെ മറ്റൊരു ഉദാഹരണമാണ് താമര. ലൂക്കോസ് 12:27 ഇപ്രകാരം പറയുന്നു: താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
ഇസ്രായേൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു രാജാവായിരുന്നു ശലോമോൻ. ആ ശലോമോനേക്കാളും ശ്രേഷ്ഠനെന്ന് കർത്താവ് കാണുന്നത് ചെളിയിൽ വളരുന്ന താമരയാണ്. മലിനതകളും ചെളികളും നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ അസ്വസ്ഥമാക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും നാം അവയിൽ ചെന്ന് പെടുന്നു. എന്നാൽ ദൈവം പറയുന്നു, താമരയെ നോക്കുവിൻ, അതിൻ്റെ ചുറ്റും ചെളിയാണ്, എന്നാൽ താമരയുടെ സൗന്ദര്യത്തെ അത് ബാധിക്കുന്നില്ല. നമുക്ക് ചുറ്റും എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവിക സൗന്ദര്യത്തെ കാത്തു സൂക്ഷിക്കുവാനായി നമുക്ക് കഴിയണം എന്നൊരു പാഠമാണ് താമര നമുക്ക് നൽകുന്നത്. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിലെ ഒരു പ്രവാചകന്റെ പേരാണ് ബിലെയാം. പ്രവാചകന്മാർ ദൈവത്തോട് വളരെ അടുത്തിരിക്കുന്ന ആളാണ്. ദൈവം തൻ്റെ സന്ദേശങ്ങളെയും ജനത്തോട് പറയേണ്ട കാര്യങ്ങളെയും അറിയിക്കുന്നത് പ്രവാചകന്മാരോടാണ്. എന്നാൽ പ്രവാചകനായ ബിലെയാം ഒരു തവണ അഹങ്കരിച്ചു. ദൈവത്തിന് വേണമെങ്കിൽ ബിലെയാമിൻ്റെ തെറ്റ് തിരുത്താൻ മറ്റ് ശ്രേഷ്ഠനായൊരു പ്രവാചകനെയോ മറ്റു മനുഷ്യരെ നിയോഗിക്കാമായിരുന്നു. എന്നാൽ ദൈവം ഇവിടെ ഒരുക്കിയത് ഒരു കഴുതയാണ്, നാം പലപ്പോഴും പുച്ഛിച്ചു തള്ളുന്ന ഒരു ജീവി. ഇവിടെ ബിലെയാം പോകുന്ന യാത്രയിൽ ദൈവദൂതൻ നിൽക്കുമ്പോൾ അത് കാണാൻ കഴിയുന്നത് കഴുതയ്ക്ക് മാത്രമാണ്. ഇതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും? ദൈവത്തിന് വലിയ ഭക്തന്മാരെന്ന് വാദിക്കുന്ന നമ്മേക്കാൾ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ്റെ സൃഷ്ടിക്കാണ്. കാരണം സൃഷ്ടിയിലെ മറ്റ് ജീവജാലങ്ങൾക്ക് അഹങ്കാരമില്ല. അവർ ദൈവത്തെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അഹങ്കാരത്തിൽ മുഴുകി ദൈവത്തിൻ്റെ താളത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നു. ഈ ഒരു വലിയ പാഠമാണ് നാം നീചജീവി എന്ന് വിചാരിക്കുന്ന കഴുത നമുക്ക് നൽകുന്നത്. മറ്റൊരു ഉദാഹരണമാണ് ആവണക്ക്. യോന 4-ാം അധ്യായത്തിൽ നിനവേക്കാരുടെ നാശത്തിനായി യോന ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവം ആദ്യം ഒരു ആവണക്ക് മുളപ്പിച്ച് യോനയ്ക്ക് തണല് നൽകുകയും പിന്നീട് അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യോന കോപിക്കുന്നുണ്ട്. കാരണം ആ ഒരു നിമിഷത്തിൽ കണ്ട ആവണക്കിനോട് യോനയ്ക്ക് സഹതാപം തോന്നുന്നു. അപ്പോൾ നിനവിയിലെ സകല ജനങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് എത്ര സഹതാപം അവരോട് തോന്നാം? ഇതിൽ നിന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് പരിസ്ഥിതി നമ്മേക്കാൾ കൂടുതൽ ദൈവത്തെ അറിയുന്നു, ദൈവത്തിൻ്റെ പദ്ധതികളെ അറിയുന്നു. അതിനാൽ തന്നെ നാം ദൈവത്തിൻ്റെ ശബ്ദത്തെ ശ്രവിക്കുവാൻ പരിസ്ഥിതിയിലൂടെ ഒന്ന് നോക്കണം. ഇന്ന് മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും അതിൻ്റെ ശബ്ദം അവഗണിക്കുകയും ചെയ്യുന്നു. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ചൂഷണങ്ങളും ഇന്ന് നമ്മുടെ മുൻപിലുണ്ട്. പ്രകൃതിയിലൂടെ ദൈവത്തിൻ്റെ ശബ്ദത്തെ ശ്രവിക്കുക എന്നത് കേവലം ഒരു മുദ്രാവാക്യമല്ല, അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. മനുഷ്യൻ അഹങ്കാരം വെടിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുമായി സാധിക്കും. ഇതിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു അക്ഷരമാണ് നമ്മുടെ വോയിസ് എന്ന വാക്കിലെ 3-ാമത്തെ അക്ഷരമായ ഐ. ഇത് നമ്മോട് പറയുന്നത് ഇൻ്റഗ്രൽ വാല്യൂ വേഴ്സസ് യൂട്ടിലിറ്റി വാല്യൂ. നമുക്ക് എല്ലാവർക്കും വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നാം എല്ലാ കാര്യങ്ങളും കച്ചവട സാധ്യതയോടെയാണ് നോക്കുന്നത്. നമ്മുടെ വീട്ടിന് മുൻപിൽ ഒരു മരം നടുവാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് കുറച്ച് നാൾ കഴിഞ്ഞ് ഈ മരം വിൽക്കുമ്പം നമുക്ക് എത്ര പൈസ കിട്ടും. അല്ലെങ്കിൽ നമ്മളൊരു വെറുതെ ഒരു ചെടി വെക്കുന്നു, നമ്മൾ നോക്കുന്ന ആൾക്കാർ വന്ന് കാണുമ്പം ഇത് വില കൂടിയ ചെടിയാണോ വില കുറഞ്ഞ ചെടിയാണോ എന്ന് നോക്കും എന്നുള്ളതാണ്. നമ്മൾ പരിസ്ഥിതിയിലുള്ള എല്ലാത്തിനും വിലയിടുകയാണെന്ന്. ഇത് മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലമാണ്. സൃഷ്ടിയിൽ ഒരു ദൈവിക താളമുണ്ട്. എന്നാൽ നമ്മൾ അതിൻ്റെ സ്വാഭാവികമായ സന്തുലിതാവസ്ഥയെ തകർക്കുമ്പോൾ സൃഷ്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പലപ്പോഴും നമ്മൾ ഈ കാര്യത്തിന് ദൈവത്തെ പഴിക്കും, അല്ലേ? ഡെയിലി മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയും, ഈ ദൈവം എന്താ ഇങ്ങനെ, എന്നും മഴയാ, വെയിൽ വന്നാൽ എന്നും വെയില. പക്ഷേ ഇതിൻ്റെ കാരണം ആരാണ്?
നമ്മൾ തന്നെയാണ്, നമ്മുടെ പാപങ്ങൾ തന്നെയാണ് എന്ന് സത്യം നാം തിരിച്ചറിയാതെ പോകുന്നു. ദൈവം ഒരിക്കലും തൻ്റെ സൃഷ്ടിയെ നശിപ്പിക്കുകയില്ല. സൃഷ്ടിയുടെ നാശത്തിൻ്റെ കാരണം മനുഷ്യൻ്റെ പാപം തന്നെയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായി നമുക്ക് നോക്കുകയാണെങ്കിൽ, നമ്മുടെ മഞ്ഞ് ഉരുകുന്നത് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. നമ്മളതിനെ ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസ് നമുക്ക് കാണാനായി സാധിക്കും. ആഗോളതാപനം മൂലം മഞ്ഞുരുകി സമുദ്രനിരപ്പ് ഉയരാൻ കാരണമാകുന്നു. ഇതിന് കാരണം എന്താണ്? ഭൂമിയിൽ ചൂട് കൂടുന്നതാണ് എന്നൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ യഥാർത്ഥ കാരണം മനുഷ്യരായ നമ്മൾ തന്നെയാണ്. പ്രകൃതിക്ക് ഒരു കഴിവുണ്ട്, അതായത് അതിന് താങ്ങാൻ പറ്റുന്ന ഒരു ലിമിറ്റുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് ആ ലിമിറ്റിനപ്പുറമാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്. അതിനാൽ തന്നെ പ്രകൃതിയുടെ താപനില ഒരിക്കലും തന്നെത്താൻ ഉയരുന്നതല്ല. നമ്മളിപ്പോൾ കേട്ടതാണ് ഓസോൺ പാളിയിൽ വിള്ളൽ വീണെന്ന്. അതൊരിക്കലും തന്നെ സംഭവിച്ചതല്ല. നമ്മുടെ ഓരോരുത്തരുടെയും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ പ്രകൃതി സംരക്ഷിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുകയാണ്. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, അസ്ഥിരമായ കാലാവസ്ഥ. ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യൻ്റെ അഹങ്കാരം മൂലം തന്നെയാണ്. സൃഷ്ടാവ് പ്രകൃതിയിൽ നിക്ഷേപിച്ചിട്ടുള്ള സ്വയം നിയന്ത്രണ സംവിധാനങ്ങളെ മനുഷ്യൻ തൻ്റെ സാങ്കേതിക അഹങ്കാരം കൊണ്ട് തകർക്കുന്നു. ഇതിൻ്റെ ഫലമായി അപ്രതീക്ഷിതമായ പ്രളയങ്ങളും വരൾച്ചയും ഉണ്ടാകുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ കേവലം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മാത്രമായി നമുക്ക് പറയാൻ കഴിയുകയില്ല. ഇതിനെ നാം ഒന്ന് ആത്മീകമായി കൂടെ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയും കൂടെയാണ് നാം സഭയായി പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഭൂമിയെ കാത്തു സൂക്ഷിക്കുവാനാണ് ദൈവം നമ്മളെ ആക്കിയത്. എന്നാൽ പലപ്പോഴും നാം പ്രകൃതിയുടെ യജമാനന്മാരായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണാനായി സാധിക്കുന്നത്. അതിനാൽ തന്നെയാണ് ഭൂമിയിൽ ദൈവത്തിൻ്റെ താളം തെറ്റുന്നത്. നമ്മളെല്ലാവരും കൊച്ചു കുട്ടികളൊക്കെ പഠിച്ചതാണ് ഈ ഫുഡ് ചെയിൻ. ഈ എല്ലാ കാര്യങ്ങളും, ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. നമ്മൾ അതിൽ ഒരെണ്ണം നശിപ്പിക്കുകയാണെങ്കിൽ മൊത്തം അവതാളത്തിലാകും. ഇന്നും അത് തന്നെയല്ലേ സംഭവിക്കുന്നത്? നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നാം പലതിനെ നശിപ്പിക്കുന്നു. എന്നാൽ അത് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ നേരെ തന്നെയാണ് വരുന്നത് എന്ന സത്യം നാം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഇവിടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. നാം പ്രകൃതിയെ നശിപ്പിക്കുകയാണെങ്കിൽ നാം നമ്മെ തന്നെ നശിപ്പിക്കുകയാണ്. പക്ഷേ ഈ വേദനകളും ഈ പ്രയാസങ്ങളും ഒരിക്കലും അവസാനമല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൈവം സൃഷ്ടിയെ മൊത്തത്തിലങ്ങ് നശിപ്പിക്കുമെന്ന്? ഒരിക്കലുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗങ്ങളൊക്കെയും. അവിടെ നമുക്കൊരു പ്രത്യാശ കാണാനായി സാധിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ 4ാമത്തെ അക്ഷരമായ സി പറയുന്നത്. കറക്റ്റിംഗ് റിതം. ദൈവിക താളത്തിലേക്ക് നമ്മെ തിരിക്കുന്നു. നാം പാപം ചെയ്തു, അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി എന്താ ചെയ്യുക? നമ്മൾ ആ പാപത്തെ മാറ്റുവാനുള്ള കാര്യങ്ങളെ നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാകും നമുക്ക് പാപമോചനം ലഭിക്കുമെന്ന്. അപ്പോൾ ഇനിയും നാം നോക്കേണ്ടത് നശിക്കപ്പെട്ട അല്ലെങ്കിൽ മുറിവേറ്റപ്പെട്ട പ്രകൃതിയെക്കുറിച്ചല്ല, ഇനി അതിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. റോമർ 8:22 വെളിപ്പാട് 22 വചനങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ ക്രൈസ്തവ സഭ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം നമുക്ക് വലിയൊരു പ്രത്യാശയാണ് നൽകുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു: സകല സൃഷ്ടിയും ഇന്നുവരെ ഒന്നിച്ച് നെടുവീർപ്പിട്ട് ഈറ്റുനോവോടെ ഇരിക്കുന്നു എന്ന്. ഇവിടെ ഈറ്റുനോവ് എന്ന വാക്കിന് വലിയൊരു പ്രസക്തിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ അറിയായിരിക്കും പ്രസവ വേദന എങ്ങനെയായിരിക്കുമെന്ന്. അത് മരണത്തിന് തുല്യമായൊരു വേദനയാണ്. എന്നാൽ അത് മരണമാണോ? അല്ല, അതൊരു പുതിയ ജീവനെ നൽകുന്നൊരു പ്രക്രിയയാണ്.
അതുപോലെ തന്നെ നമ്മുടെ മാതാവായ പ്രകൃതിയും ഇന്ന് വേദനിക്കുകയാണ്. എന്നാൽ അതൊരിക്കലും അവസാനമല്ല, അതൊരു പുതിയ ജീവന് വേണ്ടിയുള്ള തുടക്കമാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമെന്ന് നാം വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ ഈ വേദനകൾക്കും ഒരു അവസാനമുണ്ടെന്ന് ദൈവം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. പക്ഷെ അത് എങ്ങനെ സാധ്യമാകും? അതാണ് നമ്മളിന്ന് ചിന്തിക്കേണ്ടത്. നാം ഇനിയും ഈ പാപത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ അതൊരിക്കലും സാധ്യമാകുകയില്ല. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ നാം കേട്ടതാണ്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നാം എന്തിനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്? നാം എന്തിനാണ് ഈ വചനം കേൾക്കുന്നത്? സൃഷ്ടി നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനാൽ തന്നെ നാം നമ്മുടെ പാപങ്ങളെ വെടിയണം. നാം സൃഷ്ടിയെ സംരക്ഷിക്കണം, സൃഷ്ടിയെ പരിപാലിക്കണം. അതിനുവേണ്ടി സൃഷ്ടി കാത്തിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് ദൈവം ഒരുക്കുന്ന ഒരു പുതിയ ലോകത്തെക്കുറിച്ച് ഉള്ളൊരു ചിത്രം നമുക്ക് കാണാനായി സാധിക്കും. അവിടെ സ്ഫടിക തുല്യമായ ജീവജല നദിയും അതിൻ്റെ ഇരുവശത്തും ജീവവൃക്ഷങ്ങളും കാണുന്നു. ഈ ജീവവൃക്ഷത്തിൻ്റെ ഇലകൾ ജാതികളുടെ സൗഖ്യത്തിനായിട്ടുള്ളവയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ പാപത്താലും നമ്മുടെ അഹങ്കാരത്താലും മുറിവേറ്റപ്പെട്ട ഈ ഭൂമിയെ സൗഖ്യമാക്കുവാൻ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമാണ് നാം ഓരോരുത്തരും എന്ന സത്യം നാം ഇന്ന് തിരിച്ചറിയണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവം പ്രകൃതിയെ ഉപേക്ഷിക്കുന്നില്ല. ദൈവത്തിന് ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഇവിടെയുള്ള ഓരോ ജീവജാലങ്ങളും, പക്ഷി മൃഗാദികളും മരങ്ങളുമെല്ലാം. നാം ദൈവത്തിൻ്റെ മക്കളല്ലേ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ടാണല്ലോ നാം ഇന്നിവിടെ വന്നത്. പിതാവ് പ്രകൃതിയെ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ പിതാവിൻ്റെ മക്കളായ നമുക്കതിന് സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. അതാണ് ഈ സത്യവേദ പുസ്തകം നമ്മോട് പറയുന്നത്. പിതാവ് പരിസ്ഥിതിയെ സ്നേഹിക്കുന്നത് പോലെ നാമും പരിസ്ഥിതിയെ സ്നേഹിക്കണം. ഏറ്റവും അവസാനത്തെയും അഞ്ചാമത്തെയും അക്ഷരമാണ് എക്സ്പെക്റ്റിംഗ് റിഡംഷൻ ത്രൂ റെസല്യൂഷൻ. വോയിസിലെ ഇ എന്ന അക്ഷരം നമ്മോട് പങ്കുവയ്ക്കുന്ന ആശയമാണ് എക്സ്പെക്റ്റിംഗ് റിഡംഷൻ ത്രൂ റെസല്യൂഷൻ. ഞരക്കത്തിൽ നിന്നുള്ള വിമോചന പ്രക്രിയ. നമ്മൾ ഇത്രയും നേരം കേട്ടു, പ്രകൃതി മുറിവേറ്റ് കിടക്കുകയാണ്, എന്നാൽ ദൈവത്തിനൊരു പ്രത്യാശയുണ്ട്. ഇനിയും എന്താണ്? ഇനിയുമാണ് നമ്മുടെ ഒരു ഇത് വരുന്നത്. അതായത് നമ്മൾ ഇനിയാണ് ഇവിടെ പ്രവേശിക്കുന്നത്. ഈ പ്രക്രിയയിൽ നമ്മൾ ഭാഗമാകണം. എങ്ങനെ? എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ പ്രക്രിയയിലാവുമോ? ഒരിക്കലുമില്ല. നമ്മൾ ഈ ദേവാലയത്തിൽ വന്നതുകൊണ്ടോ എന്നും പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒരു കാര്യവുമില്ല. നമ്മുടെ പ്രവൃത്തിയിലൂടെ നാം നമ്മുടെ വിശ്വാസത്തെ സ്ഥിരീകരിക്കണം. അതായത് ഇന്ന് നമ്മൾ പാപമോചനത്തിൻ്റെ ഇത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും പാപമാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ മരം നശിപ്പിക്കുന്നില്ല, ഞാൻ പരിസ്ഥിതിയിൽ അല്ലെന്താ പ്ലാസ്റ്റിക് ഇടുന്നില്ല, ഞാൻ നദികളെ നശിപ്പിക്കുന്നില്ല, അപ്പം ഞാൻ എങ്ങനെ പാപം ചെയ്യും? ഇത് കണ്ടിട്ട് കാണാതെ നടക്കുന്നതും പാപമാണ്. അതായത് സൃഷ്ടി നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നാം ദിവസം കാണുന്നുണ്ട്. പക്ഷെ നാം അതിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ നാം അതിനെതിരെ പ്രതികരിക്കുന്നില്ല. ഇതും ദൈവികമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു പാപമാണ്. ഈ പാപമാണ് നമ്മൾ ഇന്ന് ഈ വചനം കേൾക്കുന്നതിലൂടെ ഉപേക്ഷിക്കേണ്ടത്. പ്രകൃതിയുടെ ഇന്നത്തെ നെടുവീർപ്പുകൾ മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ്. ദൈവം ഈ ഭൂമിയെ സ്നേഹിക്കുന്നു. അതിനാൽ തന്നെ ഇതിനെ വീണ്ടെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതിനെ എങ്ങനെ വീണ്ടെടുക്കും? നമ്മളിലൂടെ മാത്രമേ ദൈവത്തിന് ഇത് വീണ്ടെടുക്കുവാനായി സാധിക്കുകയുള്ളൂ. അതിനാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രകൃതിയുടെ വീണ്ടെടുപ്പിനായി വിളിക്കുകയാണ്. ഈ പരിസ്ഥിതി ഞായറാഴ്ച നമ്മൾ ഇത്രയും വചനങ്ങൾ കേട്ടു. ഇതിൽ എത്ര കാര്യം മനസ്സിലായെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഇന്ന് നാം ഈ കേട്ട ഈ വചനങ്ങൾ ഇതിൽ കുറച്ചെങ്കിലും ആരുടെയെങ്കിലും മനസ്സിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്, ഒരിക്കലും ഞാൻ പറയുന്നതല്ല, പരിശുദ്ധാത്മാവ് ഇതിലേതെങ്കിലും ഭാഗങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കണം. ഈ പരിസ്ഥിതി ഞായറാഴ്ച വെറും വാക്കുകളല്ല, പ്രവൃത്തിയിലൂടെയാണ് നാം ദൈവത്തിൽ നിന്ന് പ്രവൃത്തിയിലൂടെയാണ് നാം ദൈവത്തെ മഹത്വീകരിക്കേണ്ടത്. ഭൂമിയെ സംരക്ഷിക്കുന്നത് വെറും ഒരു കർമ്മപ്രവൃത്തിയായിട്ടല്ല, നമുക്കതിനെ ഒരു ആരാധനയായി തന്നെ എടുക്കാം. പരിസ്ഥിതിയെ സംരക്ഷിക്കാം. നമ്മെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സൃഷ്ടി സംസാരിക്കുകയാണ്. ആകാശവും ഭൂമിയും കടലും അതിലുള്ള സകല ചരാചരങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ഈ കാലത്ത് നമുക്ക് അഹങ്കാരത്തെ വെടിഞ്ഞ്, സ്വാർത്ഥതയെ വെടിഞ്ഞ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാം. നമുക്ക് പ്രകൃതിയിലൂടെ ഒന്ന് കണ്ണും കാതുമൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാം. കാരണം പ്രകൃതി ദൈവത്തിൻ്റെ ദാനമാണ്. അത് നമ്മോട് ധാരാളം പാഠങ്ങളെ പഠിപ്പിക്കുന്നു. പ്രകൃതിയുടെ ശബ്ദത്തെ നമുക്ക് കേട്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഭൂമിയെ നമുക്ക് വാർത്തെടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.